പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തന പുസ്തകം 126:3 വചനം വെളിപ്പെടുത്താണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒരു കാര്യം നമ്മളിങ്ങനെ ഈ സങ്കീർത്തനം പറയുമ്പോൾ വൻ കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനയിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടല്ല, നമ്മൾ ശരിക്കും അതിന് മുൻപാണ്. ലാസ്റ്റ് ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. കർത്താവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ആരംഭത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഉയർപ്പിക്കപ്പെട്ടില്ല, അവിടെ മരിച്ചു കിടക്കുകയാണ്. പക്ഷേ ആത്മാവിൽ കണ്ടുകൊണ്ട് പറയാണ്, എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഒരു മെത്തഡോളജി, യേശുവിൻ്റെ മെത്തഡോളജിയാണ് പറഞ്ഞു തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രാർത്ഥന നിയോഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ വിശദീകരിക്കണം. നല്ലൊരു കുമ്പസാരവും അതുപോലെ തന്നെ ശരിക്കും പ്രാർത്ഥനയുടെ ഒരു ആപ്റ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറണം. നമ്മൾ ആ ഒരു മേഖലയിലേക്ക് തുറക്കപ്പെടണം. എന്നിട്ട് നോക്കി ശരിക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. ചിലപ്പോൾ നമ്മൾ കൂര് ഇരുട്ടിലായിരിക്കും, പക്ഷെ നമ്മൾ ശരിക്കും ഹൃദയം കൊണ്ട് കർത്താവിനെ നല്ലൊരു കുമ്പസാരവും പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്ത്, പ്രത്യേകിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവമായ കർത്താവ് ദൈവ പൈതൽ നടത്തിത്തരും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം താഴേക്കാട് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെ ഒരു സഹോദരി ഇന്ന് ഫോണിൽ വിളിച്ച് പറയായിരുന്നു, എൻ്റെ അച്ഛാ മകൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ ആ സഹോദരി ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, വന്ന് ഒരു 33 ദിവസം ദിവ്യകാരുണ്യത്തിൽ 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അവർ പറയുന്നത് നിങ്ങളത് ചെയ്തു വെച്ചാൽ എൻ്റെ അച്ഛൻ 20ാമത്തെ ദിവസം തന്നെ ദൈവം അവരുടെ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടു. പ്രൈസ് ദ ലോർഡ്. ഇതുപോലെ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. എങ്ങനെ? നമ്മൾ ഓൾറെഡി പ്രതികൂലത്തിലാണെങ്കിലും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം, നിങ്ങളതിനെ വിശുദ്ധീകരിക്കണം. നാളെ നിങ്ങളുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ പാപത്തിലാണെങ്കിലും പ്രിയ സഹോദരങ്ങൾ, ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ല. അതേസമയം നമ്മൾ ഈശോയുടെ പ്രസാദപരം നമ്മളിലേക്ക് ചൊരിയാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ നിലവിളി കേൾക്കും. അത്തരത്തിലുള്ളൊരു അഭിഷേകം നിങ്ങളിൽ കത്തിപ്പടരട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.